ലോകകപ്പ് മത്സരത്തിൽ മലയാളി താരം തഹ്സീൻ ഖത്തർ ടീമിന്റെ ആദ്യ 11-ൽ പകരക്കാരുടെ പട്ടികയിൽ തഹ്സീനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12:30-നാണ് ഖത്തർ സ്വിറ്റ്സർലൻഡ് പോരാട്ടം. അക്ഷയ് ചേർന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും. അക്ഷയ്, ഈ തഹ്സീനിലൂടെ ചരിത്രത്തിലേക്കൊരു ചുവട് കൂടിയാണ് കേരളം ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആദ്യ 11-ൽ പകരക്കാരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നുമുണ്ടല്ലേ? അത് തന്നെയാണ്. പക്ഷേ ഈ തീരുമാനം നമ്മൾ ഏകദേശം പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ഈ ലോകകപ്പിന് മുമ്പ് 2 സന്നാഹ മത്സരത്തിലാണ് ഖത്തർ ഇറങ്ങിയത്. ആ 2 സന്നാഹ മത്സരത്തിലും പകരക്കാരുടെ ബെഞ്ചിൽ, കളിയുടെ അവസാന നിമിഷം മാത്രമാണ് ഖത്തർ ഈ തഹ്സീനെ കോച്ച് കളത്തിലിറക്കിയത്. അതേ തീരുമാനം തന്നെ വീണ്ടും ഈ ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ആവർത്തിക്കുകയായിരുന്നു. പക്ഷേ നമുക്ക് പ്രതീക്ഷയുണ്ട് ആ കളിക്ക് സമാനമായി ഈ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന മത്സരത്തിന്റെ അവസാന ഭാഗങ്ങളിൽ തഹ്സീൻ ഇറങ്ങും. അങ്ങനെ ഒരു മലയാളിയുടെ സാന്നിധ്യം ലോകകപ്പ് വേദിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് മലയാളി ഫുട്ബോൾ ആരാധകർക്കാകെയുള്ളത്. തലശ്ശേരിയിലൊക്കെ തലശ്ശേരിയിലാണ് തഹ്സീൻ്റെ കുടുംബ വേരുകളുള്ളത്. അപ്പോൾ അവിടെ നേരത്തെ അജീഷ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആവേശം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആകമാനമുള്ള മലയാളികളും ആരാധകരും അടക്കം പ്രതീക്ഷയോടുകൂടിയാണ് തഹ്സീൻ മുഹമ്മദിൻ്റെ വരവിനായി കാത്തിരിക്കുന്നത്. മുന്നേറ്റ നിരയിലാണ് തഹ്സീൻ കളിക്കുന്നത്. ഖത്തറിൻ്റെ അണ്ടർ-17, അണ്ടർ-18, അണ്ടർ-19 ടീമുകളിലൊക്കെയും നടത്തിയ മികച്ച പ്രകടനമാണ് കോച്ച് ലോപെറ്റിഗോയുടെ റഡാറിലേക്ക് തഹ്സീൻ എത്തുന്നതും അങ്ങനെ ഈ ലോകകപ്പിനുള്ള സ്ക്വാഡിലേക്ക് ഇടം പിടിക്കുന്നതും. അപ്പോൾ 12:30 മത്സരം തുടങ്ങും. അപ്പോൾ രണ്ടാം പകുതിയിലൊക്കെയും തഹ്സീൻ ഇറങ്ങും. അത്തരത്തിൽ ഒരു മലയാളി ലോക ഫുട്ബോൾ വേദിയിൽ ആദ്യമായി ബൂട്ട് കെട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഈ തീരുമാനം ഏകദേശം പ്രതീക്ഷിച്ചത് തന്നെയാണ്. കഴിഞ്ഞ അതേ ഒരു സന്നാഹ മത്സരത്തിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ലോപെറ്റിഗോയി ഖത്തർ കോച്ച് ടീമിനെ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം പകുതിയിൽ തഹ്സീൻ്റെ ഒരു വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അത്തരത്തിലൊരു ചരിത്രം ഇന്ന് ഈ ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരത്തിലൂടെ പിറക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കാവുന്നത്. അസിത, ശരി. അക്ഷയാണ് വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.